നമ്മുടെ ചില വാക്കുകളാണ്. നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ഇപ്പോൾ നമ്മളെ നോക്കി എന്തോ ഒരു കെറിവ് ചിരിക്കാനുള്ള കാരണം നമ്മുടെ നാവിൽ നിന്ന് വന്ന ചില വാക്കുകളാണ്. പ്രത്യേകത ശ്രദ്ധിച്ചോ, നാക്ക് അത് മുറിഞ്ഞാലോ? നാക്ക് മുറിഞ്ഞാലുള്ള പ്രത്യേകത, നാക്കിൽ വായിലുള്ള ഉമിനീരിന് മെഡിസിൻ, ഒരു മരുന്നാണത്. അതുകൊണ്ട് തന്നെ നാക്ക് മുറിഞ്ഞാൽ പെട്ടെന്ന് നേരം വെളുക്കുമ്പോഴത്തേക്ക് നമ്മൾ തോന്നും ആ ഉണങ്ങി, നമുക്ക് കുഴപ്പമില്ല. ഒരു നിശ്ചിത മണിക്കൂറിനുള്ളിൽ നാവ് മുറിഞ്ഞാൽ ഉണങ്ങുമോ? പെട്ടെന്ന് ഉണങ്ങും. എന്നാൽ നമ്മുടെ നാക്കുകൊണ്ട് ഒരാളെ മുറിച്ചാലോ 100 ദിവസം കഴിഞ്ഞാലും ഉണങ്ങിയല്ല. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചോ, ഒരാളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നാവ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കും. ഒന്നും കൂടെ ഞാനത് പറയാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുള്ള ഒരു ഭർത്താവാണെങ്കിൽ, പരിശുദ്ധാത്മാവുള്ള ഒരു ഭാര്യയാണെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാൻ എന്നും പള്ളിയിൽ പോകുന്ന ഒരാളാണല്ലോ. എന്നും പള്ളിയിൽ പോകുന്ന ആളാണേലും നല്ല മുറിക്കുന്ന വാക്കേ ചിലപ്പോ പറയത്തുള്ളൂ. പള്ളിയിൽ പോകുന്നേ ഉള്ളൂ. ആ വ്യക്തിയിൽ ആത്മാവില്ല. ആ വ്യക്തിയുടെ നാവ് ആത്മാവിന്റെ നിയന്ത്രണത്തിലും അല്ല. ഹല്ലേലൂയ. എന്നും കൊന്ത ചെല്ലുന്ന ആളായിരിക്കും. പക്ഷേ പറയുന്ന വാക്ക് ശാപവാക്കും നശിക്കുന്ന വാക്കും അങ്ങനെ വരുള്ളൂ. എപ്പോഴും മുഖം കടന്നിൽ കുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ദൈവസ്നേഹം അനുഭവിച്ച ഒരാൾ നല്ല വാക്കുകളെ പറയത്തുള്ളൂ, സ്നേഹത്തിന്റെ വാക്കുകൾ പറയും. 2, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നാക്ക് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കും. ഒരു തെറിവാക്ക് പോലും, ഒരു ചീത്തവാക്ക് പോലും ആ നാവിൽ നിന്ന് വരില്ല. കാരണം നാവ് ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കും. ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. നമ്മൾ ക്രിസ്ത്യാനികളുടെ നാക്ക് ശരിയല്ല. നമ്മൾ കാര്യം വലിയ പ്രാർത്ഥിക്കുന്നവരൊക്കെയാണ്. കാര്യം നമ്മൾ ഹല്ലേലൂയ പറയുന്ന ആൾക്കാരാണ്. നമുക്ക് തന്നെ ശത്രുവാണ് നമ്മുടെ നാക്ക്. വേറെ ആർക്കുമല്ല, നമുക്ക് തന്നെ നമ്മുടെ നാക്ക് ശത്രുവാ. പല പിണക്കങ്ങളും നമ്മൾ നേടിയെടുത്തത് നമ്മുടെ നാക്കിലൂടെയാ. നാക്ക് നമുക്ക് തന്നെ ശത്രുവാ. ചില ആൾക്കാരെ നോക്കി നമ്മൾ പറയല്ലേ, അയാൾക്ക് ശത്രു അയാളുടെ വാക്കാണ്, അയാൾക്ക് ശത്രു അപ്പുറത്തെ ആൾക്കാരല്ല, അയാളുടെ നാക്ക് തന്നെയാന്ന് പറയും. കാരണം ഇല്ലാത്തത് ഉള്ളതും പറയും. പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തിയുടെ നാവ് ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കും. ഇനി നിങ്ങളൊന്ന് ആത്മശോധന ചെയ്ത് നോക്കിക്കേ. നിങ്ങൾ എത്ര പേർ ദൈവസ്നേഹം അനുഭവിച്ചിട്ടുണ്ട്? നിങ്ങൾ എത്ര പേർ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ്? നിങ്ങളുടെ വീട്ടിലെ പല പ്രശ്നങ്ങളുടെയും കാരണം ഭാര്യയുടെ വാക്ക്, ഭർത്താവിന്റെ വാക്ക്, ഇതിലായിരിക്കും പകുതിയിലധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഹല്ലേലൂയ. ഇന്ന് തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, അങ്ങയുടെ സ്നേഹം അനുഭവിച്ച ഞാൻ ദൈവസ്നേഹത്തിന്റെ വാക്കുകൾ പറയാൻ എന്നെ, ഇതാണ് ആത്മീയത. ഇന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, എന്റെ നാവിനെ പരിശുദ്ധാത്മാവെ നിയന്ത്രിക്കണമേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജോബിന്റെ പുസ്തകം ഈ 2-ാം അധ്യായം 10-ാമത്തെ വാക്യം, ജോബ് നാവുകൊണ്ട് ഒരിക്കൽ പോലും പാപം ചെയ്തില്ല. ജോബ് നാവുകൊണ്ട് ഒരു പാപവും ചെയ്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 141:3 കർത്താവേ, എന്റെ നാവിന് ഒരു കടിഞ്ഞാൻ ഇടണമേ, എന്റെ അധരത്തിന്, അധര കവാടത്തിന് ദയവ് ചെയ്ത് ഒരു കാവൽ ഏർപ്പെടുത്തണമേ. സങ്കീർത്തകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എന്റെ നാവിനൊരു കടിഞ്ഞാൻ. കുതിരയ്ക്കാണ് കടിഞ്ഞാൻ ഇടുന്നത്, കുതിരയ്ക്ക് കടിഞ്ഞാനിടും. അതുപോലെ സങ്കീർത്തകൻ പറയണം, എന്റെ നാവിന് ദൈവമേ ഒരു കടിഞ്ഞാൻ ഇടണം. ഞാൻ ഇല്ലാത്തതും ഉള്ളതും വേണ്ടാത്തതും വേണ്ടതും കൂട്ടിയും കുറച്ചും ഒക്കെ പറയുന്ന ഒരാളാണ് ഞാൻ. എന്റെ നാവിനൊരു കടിഞ്ഞാനിടണം, പറയേണ്ടത് മാത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കാവേ. എന്റെ അധര കവാടത്തിന് നീ ഒരു കാവല് നിർത്തണമേ, ഒരാളെ, ഒരു ദൂതനെ. നമ്മളും പ്രാർത്ഥിക്കണം ഇത് സങ്കീർത്തകനെ പോലെ. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറയാം ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ഇനി ശ്രദ്ധിച്ചേ, എപ്പോഴും ശ്രദ്ധിക്കണം, മറക്കരുത്. നാക്ക് മുറിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. നാക്ക് കൊണ്ട് മുറിഞ്ഞാൽ ഒരായുസ് കഴിഞ്ഞാലും പിന്നെ മറക്കില്ല. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്നേഹം വരുന്നത്. എല്ലാം കഴിഞ്ഞിട്ട്
നമ്മുടെ സ്നേഹം, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അധികം സ്നേഹിക്കുന്നില്ല. എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ എല്ലാ വർത്താനവും സ്നേഹവും. ആണോ അല്ലയോ? മരിച്ച് പെട്ടിക്കകത്ത് കിടത്തി ചെവിയിലും മൂക്കിലും പഞ്ഞിയും വെച്ച് ഇനി ഒരിക്കലും വാ തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കെട്ടും കെട്ടി പെട്ടിക്കകത്ത് കിടത്തുമ്പോൾ നമ്മൾ അപ്പുറത്ത് നിന്ന് നല്ലത് പറയും. അയ്യോ നല്ലൊരു മനുഷ്യനായിരുന്നേ, അയ്യോ എന്ത് നല്ലപോലെ കുടുംബം നോക്കിയ ഒരാളായിരുന്നു, മരിച്ചു പോയല്ലോ കർത്താവേ. എപ്പോഴേ പറയുള്ളൂ? മരിച്ചു പെട്ടി കിടക്കുമ്പോഴേ അയ്യോ എന്ന് വെക്കുള്ളൂ. നല്ല കുടുംബം നോക്കിയ. ജീവിച്ചിരിക്കുമ്പോ ഇത് ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇദ്ദേഹത്തിന് നന്നായിട്ട് ചെവി കേൾക്കാനും നല്ലപോലെ വർത്താനം പറയാവുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. മരിച്ചു പെട്ടി കിടക്കുമ്പോ ഇനി കേൾക്കാൻ പറ്റില്ല, ചെവി പഞ്ഞി വെച്ചിരിക്കുകയാണ്, ഇനി വാ തുറക്കാൻ പറ്റില്ല, വാ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ പറയും നല്ല മനുഷ്യനായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് നല്ല വർത്താനം കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോ നമ്മൾ ഇത് പറയണം, ജീവിച്ചിരിക്കുമ്പോൾ ഇത് പറയണം. ഹല്ലേലൂയ. ഞാനിത് പല വ്യക്തികളിലും പരിശോധിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഇത് പരിശോധിച്ചു. അതായത് ഏത് വ്യക്തിയെ കുറിച്ച് പരിചയപ്പെടുമ്പോൾ അയാളോട് നല്ല സ്നേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ അയാളുടെ മുഖവും അയാളുടെ ഷേപ്പും ഒക്കെ ഭയങ്കര, കണ്ണൊക്കെ ഇങ്ങനെ തള്ളി വരും, ഭയങ്കര സന്തോഷമാവും. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താ ഇത്ര മുഖ സന്തോഷികളെ കാരണം. നല്ലൊരു വാക്ക് കേട്ടപ്പോ ഉണ്ടല്ലോ അയാളുടെ മനസ്സിലെ പല വിഷമങ്ങളും അപ്രത്യക്ഷമായി. അദ്ദേഹം അവിടെ എഴുന്നേറ്റ് നല്ല ധൈര്യമായി. ഹല്ലേലൂയ. അപ്പൊ നോക്കിയാൽ നിങ്ങൾ ഒരിക്കലും ഇന്ന് തീരുമാനിക്കുക, എന്റെ നാവ് കൊണ്ട് എന്റെ വീട്ടിലുള്ളവരുടെ ആണേലും അയൽവാസികളുടെ ആണേലും ഞാനൊരു കുറ്റം പറയില്ല. എന്റെ നാവ് കൊണ്ട് കുറ്റം പറയുന്ന നാവ് പിശാചിന്റെയാ. പിശാച് ഉള്ളിലിരിക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും കുറ്റമേ പറയത്തുള്ളൂ. പരിശുദ്ധാത്മാവുള്ള വ്യക്തി ആ നാവ് കൊണ്ട് നല്ലതേ പറയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇന്ന് തൊട്ട് തീരുമാനിക്കുവാണ്, നമ്മുടെ നാവ് കൊണ്ട് ഒരു കുറ്റം പറയില്ല. ഞാൻ നാവ് കൊണ്ട് ആരുടെയും ഇല്ലാവചനങ്ങൾ പറയില്ല. ഞാൻ ആരുടെയും കല്യാണം മുടക്കിയല്ല. ശരി, നമുക്ക് ഒരുപാട് പേർക്ക് ഒരു പ്രശ്നമുണ്ട്. ഒരുപാട് പേർക്ക് ഏതെങ്കിലും ഒരു കല്യാണം വരും, നമ്മളൊരു 2 ഡയലോഗ് പറയും. കല്യാണത്തിന് വന്നാണോ? അതെ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു കേട്ടോ, ഇപ്പൊ പറയുന്നില്ല, നിങ്ങൾ ബാക്കി കാര്യം നടത്തിക്കോ. നമ്മൾ അവിടെയെല്ലാം ഒരു ബ്ലോക്ക് ഇടും. ഒരു സ്ഥലക്കച്ചവടം നടക്കുവാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാറിയെന്ന്, അത് ശരിയല്ല കേട്ടോ, അവിടെ പോക്കുവരവുള്ള ഒരു സ്ഥലമാണ് കേട്ടോ, ഗുളികനും ഗുളികത്തെയും കുളിക്കുന്നത് അവിടെയാന്നൊക്കെ നമ്മൾ പറയും. മിസ്റ്റർ ഗുളികനും മിസ്റ്റർ ഗുളികത്തെയും കുളിക്കുന്ന അയാളുടെ പറമ്പിലെ തോട്ടിലാന്നൊക്കെ നമ്മൾ പറഞ്ഞു കളയും. ഈ വന്നവൻ അത് പേടിച്ചിട്ട് പോകും. സ്ഥലക്കച്ചവടം മുടക്കും. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പലരെയും തകർക്കുക. എന്തുകൊണ്ട് ഒരാൾ ഒരു കല്യാണം അറിയാ, നല്ലതാ കേട്ടോ, നല്ല കുടുംബം കേട്ടോ, നല്ല കുടുംബം എന്തുകൊണ്ട് പറയുന്നില്ല? പരിശുദ്ധാത്മാവുള്ള വ്യക്തി, ആ വ്യക്തി 24 മണിക്കൂറും ജപമാല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന അടയാളമല്ല. അയാളുടെ നാവിൽ നിന്ന് നല്ലത് പറയും, നല്ലത് പറയും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. നമ്മൾ നല്ലത് പറയാൻ തുടങ്ങണം. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നല്ലത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കേ, ഒരു അമ്മച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ മകനോട് ഞാൻ കിടക്കുന്ന മുറിയിൽ ഒരു കൊതുകുതിരി മേടിച്ചു തരാവോ എന്ന് ചോദിച്ചു, ഇന്ന് വരെ അവൻ തന്നില്ലെന്ന്. കൊതുകുതിരിക്ക് എത്ര രൂപയാവും? ചെറിയ പൈസയാവുള്ളൂ. കൊതുകുതിരി അത് സാരമില്ല അമ്മ എന്ന് പറയും. ഇവൻ അമ്മയ്ക്ക് കൊതുകുതിരി മേടിച്ചു കൊടുത്തിട്ടില്ല. അമ്മയുടെ ഒരു പരാതിയാണ്. പക്ഷെ അമ്മ മരിച്ചു കഴിയട്ടെ അപ്പൊ കാണാൻ കളി. മരിച്ചു കഴിയുമ്പോൾ 500 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കൊതുക് പോലും വരാത്തത്ര രീതിയിൽ സാമ്പ്രാണി കത്തിക്കൂടെ, ഫുൾ പുകയായിരിക്കും. ഒരു കൊതുകും അവിടെ വരുന്നില്ല. മരിച്ച് പെട്ടിക്കകത്ത് കിടക്കുന്നവനെ കൊതുകിന് പോലും വേണ്ട, കൊതുക് കുത്താൻ പോകില്ല. അപ്പോഴാണ് നമ്മൾ തിരി കത്തിക്കുന്നത്, കൊതുകുതിരി. അപ്പോഴാണ് നമ്മുടെ സാമ്പ്രാണി കത്തിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ഒരു കൊതുകുതിരി മേടിച്ചു കൊടുക്കാത്ത ആളും ഇങ്ങനത്തെ കാര്യം ചെയ്യും. മരിച്ചു കഴിയുമ്പോൾ നാട്ടിൽ മുഴുവൻ ഫ്ലക്സ് ഒട്ടിക്കും. ഫ്ലക്സ്, മരിച്ചുപോയി, ആദരാഞ്ജലികൾ. ഈ ഫ്ലക്സ് ഒട്ടിക്കുന്ന പൈസക്ക് 2 കിലോ പോത്ത് മേടിച്ചു കൊടുത്തായിരുന്നെങ്കിൽ സന്തോഷത്തോടെ മരിച്ചേ. കാരണം ചിലപ്പോൾ ഒരു നല്ല ഒരു കിലോ പോത്തിറച്ച് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞ ആളായിരിക്കും. അന്നേരം ഒന്നും മേടിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ മരിച്ചു കഴിഞ്ഞ് ഫുൾ ഫ്ലക്സ് ഒട്ടിക്കും. ആ ഫ്ലക്സ് ഒട്ടിക്കുന്ന പൈസക്ക് ഇച്ചിരി എന്തെങ്കിലും നല്ലപോലെ ഭക്ഷിക്കാൻ മേടിച്ചു കൊടുത്തായിരുന്നെങ്കിൽ നല്ല കാര്യമായനെ. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ക്രിസ്ത്യാനികൾ സ്നേഹിക്കുന്നത് സിമിത്തേരിയിലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സ്നേഹം. കാരണം ഒരു ക്രിസ്ത്യാനിയാ മരിക്കുന്നെങ്കിൽ വലിയ സെറ്റപ്പിലുള്ള സിമിത്തേരിയിലായിരിക്കും കൊണ്ടുപോകുന്നത്. അവിടെ സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല. എന്നാൽ മറ്റു മതസ്ഥരുള്ള ആൾക്കാരെ നോക്ക്, ഹിന്ദുക്കളും മുസ്ലിങ്ങളെ നോക്ക്, അവർ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത്രയും സിമിത്തേരി ഒന്നുമില്ല, വല്ല കാട്ടിലൊക്കെ കൊണ്ടുപോയിടും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കില്ല. മരിച്ചു കഴിഞ്ഞ് ആർഭാടമായ കല്ലറയുണ്ടാക്കും, അതിന്റെ മുകളിൽ മാർബിൾ ഒട്ടിക്കും, എല്ലാ സിമിത്തേരിയേക്കാൾ ഉയർന്നു നിൽക്കുന്ന അലങ്കാര പണികളെല്ലാം അത് ചെയ്യും. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളോട് ദൈവം പറയുന്നത്
നമ്മുടെ നാവുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക. അതുകൊണ്ട് ആ സങ്കീർത്തകൻ പറഞ്ഞ്, കർത്താവേ എന്റെ അധരത്തെ കവാടത്തിന് ഒരു കാവൽ നിർത്തണമേ. ജോബ് 2:10. ജോബ് ഒരു പ്രയാസങ്ങളിലും നാവ് കൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ഇവിടെ ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വന്നു. ആ സഹോദരൻ ഒരു കച്ചവടം നടത്തുന്നയാളാണ്. കച്ചവടം നടത്താൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം 100 രൂപയുടെ പോലും കച്ചവടം എന്റെ കടയിൽ നടക്കുന്നില്ല. ഞാൻ അറിയുന്ന ആളുകൾ പോലും എന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പരാതി അതാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞത്, അയാളുടെ നാക്ക് നിയന്ത്രിക്കാനാണ് ആവശ്യപ്പെട്ടത്, നാവ് നിയന്ത്രിക്കാൻ. അപ്പൊ നാവുമായിട്ട് എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വിഷയം ഇതാണ്. അദ്ദേഹത്തിന്റെ കടയിൽ ആര് വന്നാലും അപ്പുറത്തെ കടക്കാരനെ കുറിച്ച് ഒരു കുറ്റം പറയും, ഇപ്പുറത്തുള്ള കടയെ കുറിച്ച് ഒരു കുറ്റം പറയും, നേരത്തെ വന്ന് സാധനം മേടിച്ച ഒരാളുടെ മകളെ കുറിച്ച് ഒരു കുറ്റം പറയും. അങ്ങനെ നാട്ടിലുള്ള മുഴുവൻ കുറ്റങ്ങളും അയാളുടെ കടയിൽ ഇരുന്ന് പറയും. നിങ്ങൾ ആരെങ്കിലും കച്ചവടം നടത്തുന്ന ഒരാളാണെങ്കിൽ, ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ, ബിസിനസ് വിജയിക്കണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞു തരാം. നിങ്ങളുടെ സ്ഥാപനത്തിലിരുന്ന് ഒരാളുടെയും കുറ്റം പറയരുത്. ഇനി ഒരു കുറ്റം വന്നിരുന്ന ഒരാൾ പറയുവാണേലും അതിനെ സപ്പോർട്ടും ചെയ്യരുത്, അതിനെ സപ്പോർട്ട് ചെയ്തും അതിനെ ഒന്നും നമ്മൾ പറയരുത്, അതിനെ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യരുത്. അതിനെ ഹല്ലേലൂയ അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അങ്ങനെ ഈ വചനം അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥിക്കാനായി കൊടുത്തു. ദൈവമേ, എന്റെ നാവിന്, ഞാൻ എന്റെ കടയിൽ ചെല്ലുമ്പോൾ എന്റെ കടയിൽ വരുന്ന ആളുകളോട് ആരുടെയും കുറ്റം പറയാൻ ഇടവരരുത്. എന്റെ കടയിൽ വരുന്ന ഒരാളുടെ ഇല്ലാവചനങ്ങൾ ഞാൻ പറയരുത്. കല്യാണം മുടക്കാൻ വേണ്ടിയുള്ള വർത്താനം പറയരുത്. സ്ഥലക്കച്ചവടം എങ്ങനെയുണ്ട്, ആ സ്ഥലം നല്ലതാണെന്ന് ചോദിക്കുമ്പോൾ അത് കൊള്ളിയല്ല കേട്ടോ, അത് മേടിക്കരുത് കേട്ടോ, അത് ഇത്രയും വിലയൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾ എന്തിനാ ഇത് പറയുന്നേ? നമ്മുടെ നാവിലൂടെ എന്തിനാ ഇത് പറയുന്നേ? നാളെ എന്തെങ്കിലും അവരറിയും, ആ കടക്കാരൻ, ആ വ്യക്തി ഞങ്ങളുടെ സ്ഥലം വിൽക്കാൻ വന്നപ്പോ ഇങ്ങനെ ഉടക്കു വെച്ചതാ, നമ്മളോട് സ്നേഹമാണോ തോന്നുന്നത്, ആ വ്യക്തിക്ക് നമ്മളോട് ശത്രുതയും ദേഷ്യമായിരിക്കും, ഇവൻ കൂടെ വന്നിട്ട് അങ്ങ് വർത്താനം പറഞ്ഞല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. ആ വ്യക്തി ചിന്തിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നാവിന് മുറിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും, നാക്ക് കൊണ്ട് മുറിച്ചാൽ പെട്ടെന്ന് ഉണങ്ങത്തില്ല. നമ്മളുടെ എല്ലാ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണം നമ്മളെ നാക്ക് കൊണ്ട് പലരെയും മുറിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വ്യക്തിയോട് ഈ വചനം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ചു. അന്ന് അദ്ദേഹം തീരുമാനിച്ചു, ഇനി എനിക്ക് എന്റെ സ്ഥാപനം കച്ചവടം ഒക്കെ ഉണ്ടല്ലോ, ഞാൻ എന്റെ കടയിലിരുന്ന് ഒരു കുഞ്ഞിന്റെ കുറ്റം പറയില്ല, ഞാൻ ഇവിടെ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. ഒരു കുഞ്ഞിന്റെയും കുറ്റം പറയില്ല. അങ്ങനെ തീരുമാനിച്ചിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് പൊളിഞ്ഞു എന്നല്ല ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ പതുക്കെ ആളുകൾ വരാൻ തുടങ്ങി. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, അത് വിജയിച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. പണ്ട് കേറാത്തവരും പിണങ്ങി മാറി നിന്നവരും പതുക്കെ അടുത്തു. അയാൾ കുറ്റം പറയുന്നില്ലെന്ന് മാത്രമല്ല, അയാൾ ഇങ്ങനെ തീരുമാനിച്ചു, എന്റെ കടയിൽ വരുന്നവരെ കുറിച്ചും എന്നോട് ആരെ കുറിച്ച് എന്ത് ചോദിച്ചാലും ഞാൻ നല്ലതേ പറയുള്ളൂ തീരുമാനിച്ചു. നിങ്ങളൊന്ന് തീരുമാനിച്ചു, നിങ്ങളോടൊരാൾ കുറ്റം പറയുക, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കുറ്റം, അത് ശരി, എനിക്കും പണ്ടൊരു അനുഭവം ഉണ്ടായിരുന്നു കേട്ടോ എന്നല്ല പറയണ്ടേ. ഒരാൾ ശരിയല്ലെന്ന് പറഞ്ഞാൽ അത് ശരിയാ, നിങ്ങൾ എനിക്ക് അതിനേക്കാൾ അനുഭവം ശരിയല്ല എന്നല്ല പറയേണ്ടത്. ഒരാൾ ശരിയല്ല, അയാൾ അങ്ങനെയാന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരോട് പറയേണ്ടത്, അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ലല്ലോ, എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ, അയാൾ നല്ലൊരു സ്ത്രീയാണ് കേട്ടോ, അത് നല്ലൊരു കുടുംബം കേട്ടോ,